CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലെ പ്രധാന വിമർശനങ്ങൾ സംസ്ഥാന കമ്മിറ്റി ഇടപെട്ട് തിരുത്തിച്ചതാണെന്ന് വാർത്തകൾ. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം, വെള്ളാപ്പള്ളിയോടുള്ള നിലപാട്, ശബരിമല കൊള്ളയിലെ പത്മകുമാറിനെതിരെ നടപടി വൈകിയത് എന്നിവയിൽ വിമർശനം മയപ്പെടുത്തി തയ്യാറാക്കിയ സെക്രട്ടേറിയറ്റ് റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം ഉയർന്നതിനെ തുടർന്ന് കടുപ്പിക്കുകയായിരുന്നു. അതേസമയം തെറ്റുതിരുത്തി മുന്നോട്ടു പോകാമെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ആഹ്വാനം അതിവേഗം നടപ്പാക്കുകയാണ് പാർട്ടി. ജനങ്ങളുടെ അഭിപ്രായം കേൾക്കാനുള്ള CPIMന്റെ പുതുവഴിയിൽ വാട്സാപ്പ്, ഇമെയിൽ അക്കൗണ്ടുകളിലേക്ക് സന്ദേശപ്രവാഹം തുടരുകയാണ്. 2 ദിവസം കൊണ്ടെത്തിയത് 10,000-ത്തിലധികം സന്ദേശങ്ങളാണ് CPIM ലഭിച്ചത്. മെസ്സേജുകളുടെ എണ്ണം വർദ്ധിച്ചതോടെ ഒരു നമ്പർ കൂടി സംസ്ഥാന കമ്മിറ്റി നൽകി. വിവരങ്ങൾ ക്രോഡീകരിക്കാൻ AKG സെന്ററിൽ പ്രത്യേക ടീമിനെയും CPIM സജ്ജമാക്കി. കനത്ത തോൽവി നേരിട്ടിട്ടും വിമർശനങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മയപ്പെടുത്തിയതിന് കാരണം എന്തായിരിക്കും? ജനങ്ങളുടെ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കേട്ട് അതിവേഗം പുതുവഴിയിലേക്ക് കടക്കുകയാണോ CPIM? കാണാം RD എക്സ്ട്രാ. സംഭവിച്ച തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോകാമെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ആഹ്വാനം അതിവേഗം നടപ്പാക്കുകയാണ് പാർട്ടി. സംസ്ഥാന കമ്മിറ്റി ആവശ്യമനുസരിച്ചാണ് സെക്രട്ടേറിയറ്റ് റിപ്പോർട്ടിലെ 3 ഇടങ്ങളിൽ തിരുത്തുവരുത്താൻ CPIM തീരുമാനിച്ചതെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ മയപ്പെട്ട വിമർശനമാണ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നതെങ്കിൽ കടുത്ത വിമർശനം വേണം. തെറ്റേറ്റു പറയണമെന്ന നിലപാടാണ് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നുയർന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ വീഴ്ച വന്നുവെന്ന് റിപ്പോർട്ടിൽ ചേർത്തത്. വെള്ളാപ്പള്ളി ക്കെതിരെ പ്രസ്താവന നടത്തേണ്ടതായിരുന്നുവെന്ന് സമ്മതിച്ചുകൊണ്ടായിരുന്നു പിന്നീട് റിപ്പോർട്ട് തിരുത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ A. പത്മകുമാറിനെതിരെ നടപടിയെടുത്തില്ലെന്ന പ്രചാരണം തിരിച്ചടിയായി എന്നതായിരുന്നു റിപ്പോർട്ടിൽ ആദ്യം. നടപടിയെടുക്കാൻ ജില്ലാ കമ്മിറ്റിയോട് നിർദ്ദേശിച്ചെന്ന് തിരുത്തി. തിരിച്ചുവരാനുള്ള നിർദ്ദേശങ്ങൾ ആവശ്യപ്പെട്ട ജനങ്ങൾക്ക് നൽകിയ പുതുവഴി എന്ന് പേരിട്ട വാട്സപ്പ്, ഇമെയിൽ അക്കൗണ്ടുകളിലേക്കും സന്ദേശപ്രവാഹം തുടരുകയാണ്. മെസ്സേജുകളുടെ എണ്ണം 10,000 കടന്നതോടെ പുതിയൊരു നമ്പർ കൂടി സംസ്ഥാന കമ്മിറ്റി നൽകിയിട്ടുണ്ട്. ഇതിനിടെ CPI ആവശ്യപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിൽ ദേശീയ തലത്തിൽ ചർച്ച വേണ്ടെന്ന് CPIM തീരുമാനിച്ചിട്ടുണ്ട്. RD എക്സ്ട്രാ, ന്യൂസ് മലയാളം. പയ്യന്നൂരിലും തളിപ്പറമ്പിലും എന്ത് തെറ്റാണ് പറ്റിയത് എന്ന് MV ഗോവിന്ദൻ പറയണമെന്ന് V. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഇല്ലെന്ന റിപ്പോർട്ട് താഴേക്കിടയിലുള്ള സഖാക്കളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതാണെന്ന് TK ഗോവിന്ദൻ MLAയും ആരോപിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തെ ഉൾപാർട്ടി ജനാധിപത്യം തകരുന്നതിൻ്റെ ഫലമായിട്ടാണ് പാർട്ടിക്കകത്ത് സ്വന്തം അഭിപ്രായം പറയാനും വിമർശനങ്ങൾ ഉന്നയിക്കാനും പാർട്ടി നേതാക്കന്മാരുൾപ്പെടെ സന്നദ്ധമാകാതിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഈ പാർട്ടിക്കകത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്, ഈ അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് പാർട്ടി വിരുദ്ധരോ പാർട്ടിയെ സ്നേഹിക്കുന്ന ജനങ്ങളോ ചൂണ്ടിക്കാണിക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ ഉൾപാർട്ടി ജനാധിപത്യത്തിന് വില കൽപ്പിക്കാത്ത പാർട്ടിയായി CPIM മാറിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ആരാണ് ഈ പരാജയത്തിന് ഉത്തരവാദി. ചില ബ്രാഞ്ചുകളിൽ നടക്കുന്ന ചർച്ചയിൽ പറഞ്ഞിട്ടുള്ള ചില സഖാക്കൾ പറഞ്ഞത് ഇവിടുത്തെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലേ ഇനി ഞാൻ ബ്രാഞ്ചിലേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞു പോയ സഖാക്കളുണ്ട്. ഈ വികാരം കാണണ്ടേ? അപ്പോൾ ഈ ഉത്തരവാദിത്വത്തെക്കുറിച്ച് പറയുമ്പം ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറാവണം. അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം താഴേക്കടയിലുള്ള സഖാക്കളെ തല്ലിൽ അടിച്ചേൽപ്പിച്ച് ഞങ്ങളെല്ലാം കേമന്മാരാണ്, ഞങ്ങളെ കൈ ശുദ്ധമാണ് എന്ന് വരുത്തി നിങ്ങൾക്ക് അധികാരം പോകാൻ വേണ്ടി കഴിയോ? ശ്യാമലി, വളരെ ഗൗരവമുള്ള ഒരു എക്സർസൈസിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ CPIM. പക്ഷേ ആ വിഷയത്തിൽ തീർച്ചയായും അഭിപ്രായം പറയാൻ പറ്റുന്ന 2 പേർ തന്നെയാണ് TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം പാർട്ടി കേന്ദ്രങ്ങളെ ഏറ്റവും ഞെട്ടിച്ച 2 പേരാണ്. ഒരുപക്ഷെ ഇവിടെ അമ്പലപ്പുഴയിലെ G. സുധാകരൻ്റെ വിജയത്തേക്കാൾ. അപ്പോൾ അതുമാത്രമല്ല, നേരിട്ട് അതിൻ്റെ സംഘടനാ ശരീരത്തെ തൊടുന്ന തരത്തിലുള്ള കാരണങ്ങളും കാര്യങ്ങളുമാണ് അവർക്ക് പറയാനും ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ വിമർശനമാണ് ഈ വിഷയത്തിൽ, അതായത് CPIM അതിൻ്റെ താഴെ തട്ടിലേക്കുള്ള അടുത്ത റിപ്പോർട്ടിങ്ങിലേക്ക് കടക്കുമ്പോൾ അവരുടെ വിലയിരുത്തൽ ശരിയല്ല എന്നുള്ള വിമർശനം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ശരിയായ വസ്തുതാപരമല്ല അല്ലെങ്കിൽ യാഥാർത്ഥ്യബോധത്തോടെയുള്ളതല്ല CPIMൻ്റെ ഇപ്പോഴത്തെ ഈ നടപടികൾ എന്ന് തോന്നുന്നുണ്ട്. 3 തിരുത്തൽ വരുത്തി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. ഇപ്പോൾ ഇന്ന് പകലൊക്കെ നമ്മൾ അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തെറ്റുതിരുത്തി മുന്നോട്ട് പോകാം എന്നുള്ളതായിരുന്നു MV ഗോവിന്ദൻ്റെ ആഹ്വാനം, പാർട്ടി സെക്രട്ടറി. പക്ഷെ ആ തിരുത്തലിൽ തന്നെ തിരുത്തൽ വേണ്ട അവസ്ഥയാണ് നിലവിൽ CPIMന്. അതുതന്നെയാണ് അവിടെ നിന്ന് തുടക്കത്തിൽ, അതായത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ
പൊട്ടിത്തെറികൾ ഉണ്ടായിട്ട് പുറത്തു വന്ന് വിശദീകരിച്ച രണ്ടുപേരാണ് ഇവർ. ഇത്തരം പ്രശ്നങ്ങൾ ഈ സംഘടനയിലുണ്ട്. ഇവിടെ ചില ഈ ഉൾപ്പാട്ടി ജനാധിപത്യം വിലയില്ലാതാകുന്നുണ്ട്. ഇവിടെ അഭിപ്രായങ്ങൾ ആ നിലയ്ക്ക് നേതൃത്വം ഉൾക്കൊള്ളുന്നില്ല. അവിടെ ചില ഏകാധിപത്യ മനോഭാവങ്ങളുണ്ട് എന്നു പറഞ്ഞ രണ്ടുപേരാണല്ലോ ഇവർ. ഈ കുഞ്ഞികൃഷ്ണനേക്കാൾ കൂടുതൽ പറഞ്ഞിരിക്കുന്നു ടി കെ ഗോവിന്ദൻ. രണ്ടുപേരും പാർട്ടി കോട്ടയിൽ തന്നെ വിമതരായി മത്സരിക്കുകയായിരുന്നു UDFന്റെ പിന്തുണയോടെ. ഇവരെ ജനം കേട്ടു, ഇവരെയാണ് ജനം വിശ്വസിച്ചത്. അത്തരം പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ഗൗരവമായ എക്സസൈസിലൂടെ CPIM അത് ആ CPIMന്റെ താഴേക്കിടയിലുള്ള അണികളും അതിനുശേഷമുള്ള കീഴ്ഘടകങ്ങളും ഒക്കെ വിമർശനമായി ഉന്നയിക്കുകയും ചെയ്തു. അതായത് ഈ രണ്ടുപേർ, പുറത്തുപോയ രണ്ടുപേർ പറഞ്ഞ കാര്യങ്ങളും കൂടി ഉൾപ്പെട്ടതായിരുന്നു ആ വിമർശനങ്ങൾ. അപ്പം ഇത്തരം പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. നിലവിലും ഈ ഗൗരവമായ എക്സസൈസിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ തിരുത്തലിൽ പോലും തിരുത്തൽ വേണ്ട അവസ്ഥയാണ് CPIMന്. അതായത് പുതുവഴികൾ, നന്നാവാൻ പുതുവഴികൾ എന്നുള്ളതായിരുന്നല്ലോ ഇപ്പോൾ വാട്സപ്പിലേക്ക് മെസ്സേജുകളൊക്കെ അയക്കാം. രണ്ടാമത്തെ നമ്പറും കൂടെ നിലവിൽ കൊടുത്തിരിക്കുകയാണ്. 12,000-ഓളം മെസ്സേജുകൾ അതിൽ വരുന്നു. അത് ക്രോഡീകരിക്കാനും വായിക്കാനും പ്രത്യേകിച്ചൊരു ടീം അവിടെ ഫോം ചെയ്യുന്നു. ഇത്തരത്തിലൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഉൾപ്പെടുന്ന വിമർശനങ്ങൾ നേതൃത്വത്തിനെതിരെയും കൂടിയാണ്. നേതൃമാറ്റം വരെ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒരു വേള നമ്മൾ ഇതുവരെ കേൾക്കാത്ത സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിക്കണം, പാർട്ടി സെക്രട്ടറി അങ്ങോട്ട് മാറണം എന്നൊക്കെ വരെ പറയുന്ന ഒരു ഘട്ടവും ഉണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങൾ കൂടിയുണ്ട്. ഇതൊന്നും ഉൾപ്പെടുത്താതെയാണ് നിലവിലൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അത് അപ്പോൾ ഈ നേതൃത്വത്തിന് ഇപ്പോഴും ഇത്തരം വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ ചില മടികളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതുവഴികൾ തേടിയാൽ പോലും ഈ പുതുവഴികളിലൂടെ നടക്കാൻ ഇപ്പോഴും വിമുഖതയുള്ളവർ ഇവിടെ ഉണ്ട്. അവർക്ക് കൂടെ സ്വീകാര്യമായ രീതിയിൽ മാത്രമേ നിലവിൽ ഈ റിപ്പോർട്ടുകൾ എഴുതുന്നുള്ളൂ. അതിലും വലിയ വിമർശനങ്ങൾ വന്നപ്പോൾ എന്ന് വെച്ചാൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് തന്നെ ഇത്തരം കടുത്ത സമ്മർദ്ദങ്ങൾ കൂടി വന്നതുകൊണ്ടാണ് ഇത്തരം തിരുത്തലുകൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഈ പൊതുജനങ്ങൾക്കും നാട്ടുകാർക്കും മുഴുവൻ മനസ്സിലായ കാര്യവും ഇപ്പോഴും ഇവർക്കിത് അംഗീകരിക്കാൻ എന്തിനാണ് ഇത്ര മടി എന്നുള്ളതാണ് ആ ചോദ്യം. അപ്പോൾ പാർട്ടി 35 സീറ്റിലേക്ക് ഒതുങ്ങുകയും അവർ 102 സീറ്റിലേക്ക് വളരുകയും ചെയ്തപ്പോൾ ഇവർ വന്നിരുന്ന് ഇത് പരിശോധിക്കാൻ തീരുമാനിക്കുന്നു. അന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞൊരു കാര്യം, കീഴ്ഘടകത്തിലുള്ളവർക്ക് ഏറ്റവും സ്വതന്ത്രമായും നിർഭയമായും അഭിപ്രായങ്ങൾ പറയാം എന്നുള്ളതാണ്. എന്നിട്ടിപ്പോൾ എന്തായി? തേങ്ങ എത്ര അരച്ചിട്ട് എന്താ താളല്ലേ കറി എന്ന് ചോദിക്കുന്നത് പോലെയല്ലേ അതിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഇപ്പോൾ പുറത്തു പോയ രണ്ടുപേരെ കൊണ്ട് വീണ്ടും ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരുന്നിട്ട് ഇതൊരു തെറ്റായ എക്സസൈസാണ് ഇവിടെ നടക്കുന്നത്, ഇതിൽ കഴമ്പില്ല, ഇതൊരു വഞ്ചനാപരമായ കാര്യമാണ് എന്ന് വീണ്ടും വീണ്ടും പറയിക്കുന്നത് അതുകൊണ്ടല്ലേ. അല്ലാത്ത പക്ഷം അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോഴും അവരെ കേൾക്കാൻ ആളുകളുണ്ട്, അത് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യാൻ ആളുകളുണ്ട്. അതിൽ പറയുന്നതിൽ കഴമ്പുണ്ടെന്നുള്ളതാണ്. കാസർഗോഡ് നിന്നുള്ള അംഗമാണ് പറഞ്ഞിരിക്കുന്നത് 75 പേരുള്ള മണ്ഡലം കമ്മിറ്റിയിൽ 72 പേരും VK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്തിരുന്നു. എന്നിട്ടും അവർ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ളത് സംസ്ഥാന കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത് കാസർഗോഡ് നിന്നുള്ള ഒരു അംഗമാണ്. ഇത്തരം പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അപ്പോഴും സംഘടനാപരമായി ഇത്രയും എക്സസൈസ് നടത്തിയിട്ടും CPIMന്റെ സംഘടനാപരമായ പ്രശ്നങ്ങൾ ഇപ്പോഴും അവിടെ നിലകൊള്ളുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് എന്താണ് വീഴ്ച, ആർക്കാണ് വീഴ്ച പറ്റിയത്, എവിടെയാണ് പരിഹരിക്കേണ്ടത്, ഇങ്ങനെയില്ല. തൊട്ടു തൊടാതെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. സ്ഥാനാർത്ഥിത്വത്തിൽ വീഴ്ച പറ്റി, പാളിച്ചകളുണ്ടായി, അത് ഏറ്റു പറഞ്ഞിരിക്കുന്നത് ജില്ലാ കമ്മിറ്റി. ഇങ്ങനെയല്ലേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്കാണ്. അതുകൊണ്ടാണ് TK ഗോവിന്ദൻ വന്ന് ഇവിടുന്ന് പത്രസമ്മേളനത്തിൽ എങ്ങനെ അത് ശരിയാവും? ഞങ്ങൾ ഈ പറയുന്നത് പോലെ 75 പേരിൽ 72 പേരും ഇതിനെ എതിർത്ത് സംസാരിച്ചിരുന്നു, 3 പേർ മാത്രമായിരുന്നു അനുകൂലിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ എങ്ങനെ ഒറ്റപ്പേരിലെത്തി? PK ശ്യാമള എന്നുള്ള ഒറ്റപ്പേരിലെത്തിയിരിക്കുന്നു. ആ ഒറ്റപ്പേര് നിർദ്ദേശിച്ചതാര് എന്നുള്ളതാണ് ചോദ്യം. അത് ഇനിയെങ്കിലും KK രാഗേഷ് അവിടുത്തെ ജില്ലാ സെക്രട്ടറി പറയണം. ഇനിയെങ്കിലും അത് പറയൂ, ആർക്ക് വേണ്ടിയാണ് ആ പേര് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതായിരുന്നു അതിൽ നിർണായകമായ ചോദ്യം. വീണ്ടും അയ്യപ്പ സംഗമത്തിൽ അടക്കം ചില കാര്യങ്ങൾ പിഴച്ചുപോയി എന്ന് പാർട്ടി ഏറ്റു പറയുന്നു സ്വയം വിമർശനമായി. ഇന്നും TK ഗോവിന്ദൻ വന്നിട്ടുള്ള ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്. അവിടെ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ചു, അതൊരു കാര്യം. പക്ഷെ ആ സന്ദേശം ആരെങ്കിലും ഒരാൾ അദ്ദേഹത്തിനോട് പോയി ചോദിക്കണമല്ലോ, അല്ലെങ്കിൽ ഇത് കാര്യം ആവശ്യപ്പെടണമല്ലോ ഈ സന്ദേശം എഴുതി തരാൻ. അതാരാണ് ഇത് ആവശ്യപ്പെട്ടത്? അപ്പം അത് വായിച്ചത് തെറ്റായിപ്പോയി എന്ന് പാർട്ടി പറയുന്നു. അപ്പോൾ ഇത് ആരാണ് ഇത്തരം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്? ഇത് പോയി അങ്ങോട്ട് ചോദിക്കണമല്ലോ, അല്ലാതെ ഇത് തരില്ലല്ലോ. അപ്പോൾ അത്തരം കോറായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്, അതും കൂടി അഡ്രസ്സ് ചെയ്യണം. അല്ലാതെ ഇന്ന് വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിലും വെള്ളാപ്പള്ളിയെ വിമർശിക്കുന്നതിൻ്റെ മൂർച്ച പോരാ എന്നുള്ളൊരു വിമർശനം എഴുതി വെക്കുന്നു. മറ്റൊന്ന്, സ്ഥാനാർത്ഥി നിർണയം പാളി എന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റി സമ്മതിച്ചു എന്നുള്ളത് എഴുതി വെക്കുന്നു. മറ്റൊന്നെന്തായിരുന്നു? മൂന്നെണ്ണം ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു ഒരു കാര്യം കൂടിയുണ്ട്. ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളുണ്ട്. അതൊക്കെ പെരിഫറലായിട്ടുള്ള ചില, ഇത് അത്രയുള്ളതും പോസിറ്റീവായ കാര്യം തന്നെയാണ്. പക്ഷേ ഇത്തരം പെരിഫറലായിട്ടുള്ള കാര്യങ്ങളാണ്
എഴുതി വെക്കുന്നത്. അപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ ഞാൻ പറഞ്ഞു. അതുപോലെ വെള്ളാപ്പള്ളി നടേശൻ ഒന്ന്, പിന്നെ സ്ഥാനാർത്ഥി നിർണയം പാളിയത് മറ്റൊന്ന്, പിന്നെ നടപടി സ്വീകരിക്കാത്തത് പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാത്തത്, അങ്ങനെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എഴുതുന്നു. അപ്പോഴും ഇവിടെയൊക്കെ ആര് തീരുമാനമെടുത്തതിൽ ആർക്കാണ് ഇവിടെ വീഴ്ച പറ്റുന്നത്, എന്താണ് വീഴ്ച എന്നുള്ളത് ഈ പെരിഫറലായി തൊട്ടു തൂവി പോകുന്നതല്ലാതെ ഇതിൻ്റെ കോറായിട്ടുള്ള ഒരു കാരണത്തിലേക്ക് ഇപ്പോഴും അവരെത്തിച്ചേരുന്നുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം, അതായത് ഇവർ തിരിച്ചുവരവിൻ്റെ പാതയിൽ തന്നെയാണ് എന്ന് വീണ്ടും വീണ്ടും തോന്നിക്കുന്നത് ഇത്തരം തിരുത്തലുകൾ കൂടി വരുത്തുന്നത് കൊണ്ടാണ്. CPM അവർ ഏറ്റുപറയാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അതിൽ ആദ്യം മുൻകൈ എടുക്കുന്നത് എനിക്ക് തോന്നുന്നു അത് P. ജയരാജൻ തന്നെയാണ്. അദ്ദേഹമാണ് ഇത്തരം പ്രസ്താവനകൾ ഇപ്പോൾ പൊതുസമൂഹത്തിൽ കൂടി അദ്ദേഹം ഇത് പറയുവാൻ തുടങ്ങി എന്നുള്ളതാണ്. അത് കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ ഇത്രയധികം ഡാമേജ് കണ്ണൂരിലെങ്കിലും ഒരുപക്ഷെ ഉണ്ടായിരിക്കില്ല എന്ന് വിചാരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിനായിരുന്നു തളിപ്പറമ്പ് മണ്ഡലത്തിൻ്റെ ചുമതലയുണ്ടായിരുന്നത്. PK ശ്യാമള ആയിരുന്നപ്പോൾ തളിപ്പറമ്പ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കാനുള്ള ചുമതല അദ്ദേഹത്തിനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോഴാണല്ലോ പറഞ്ഞിരിക്കുന്നത് വെള്ളാപ്പള്ളി 2 തോണിയിൽ കാലുവെക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ചില ഈ രാഷ്ട്രീയ ചരിത്രത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ നമുക്കിതാണ് മനസ്സിലാവുന്നത്. അത് നിങ്ങളെങ്കിലും തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന നിലയ്ക്കൊക്കെ അദ്ദേഹം പ്രസ്താവന നടത്തുന്നുണ്ട്. ഇതിപ്പോൾ അതവിടെ നിന്നോട്ടെ എങ്കിൽ പോലും ഈ റിപ്പോർട്ടും ഈ റിവ്യൂ റിപ്പോർട്ടും ഇതിൻ്റെ തിരുത്തലുകളൊക്കെ വരുത്തുമ്പോൾ തീർച്ചയായും പാർട്ടി തിരിച്ചുവരവിൻ്റെ പാതയിൽ തന്നെയാണ്, അതിൽ തർക്കമില്ല. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോഴും ആ എക്സസൈസ് പൂർണ്ണമല്ല, അതിൽ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഇപ്പോഴും പുറത്തുപോയവരെ കൊണ്ട് വീണ്ടും വീണ്ടും പറയിക്കാൻ ഇടയാക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും അധികം വലിയൊരു എക്സസൈസ് നടക്കുമ്പോഴും പുറത്തുപോയവരല്ലല്ലോ ഇത് പറയേണ്ടത്. അപ്പോഴും അത് പറയിക്കാനൊരിടയാക്കുന്നു, അതിനൊരു സ്പേസ് ഇപ്പോഴും കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ദൗർഭാഗ്യകരമായ കാര്യം. തീർച്ചയായും ഇപ്പോൾ MV ഗോവിന്ദൻ്റെ വാർത്താസമ്മേളനം നടന്ന ദിവസം അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ദിവസമൊക്കെ ഗോവിന്ദ മാഷ് വളരെ കാര്യമായി അത് വിശദീകരിച്ച് 1 മണിക്കൂർ വാർത്താസമ്മേളനം നടത്തി കാര്യങ്ങളൊക്കെ വിശദീകരിച്ചെങ്കിലും അന്ന് വൈകിട്ട് RDXൽ നമുക്ക് തോന്നിയ സംശയവും വളരെ പ്രധാനപ്പെട്ട സംശയങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു. അന്ന് നമ്മളത് പറയുകയും ചെയ്തതാണ്. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കൊരു ഓർഗനൈസേഷണൽ ഫിക്സിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു എക്സർസൈസ് എന്ന രീതിയിലേക്ക് ഇത് ചുരുങ്ങിയോ എന്നുള്ള സംശയം അന്നും നമ്മൾ ഉന്നയിച്ചിരുന്നതാണ്. അല്ലെങ്കിൽ അതാണ് ഈ പദ്ധതിയുടെ ആത്യന്തിക ലക്ഷ്യം എന്ന മട്ടിലേക്ക് അത് മാറിയോ എന്നുള്ളത്. അതിനപ്പുറത്ത് യഥാർത്ഥത്തിൽ ഈ സ്വയം വിമർശനം എന്നുള്ളത് ഒരു കാരണവശാലും ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഗതി എന്ന നിലയ്ക്ക് ആ സ്വയം വിമർശനത്തിലേക്ക് പോകുമ്പോൾ ആ സ്വയം വിമർശനത്തിലൂടെ കണ്ടെത്തുന്ന കാര്യങ്ങൾ, ചില കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ തിരുത്തലിലൂടെയാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ കുറേ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ പറയുന്ന ക്ലാസ് ലൈനിന് വിരുദ്ധമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ആർക്കാണ് എന്നുള്ളത് വിശദീകരിക്കേണ്ട ബാധ്യതയുണ്ട്. അന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് ഒരു വീഴ്ച വന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ഏത് അവിടെ ഈ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്കൊരു വീഴ്ച വന്നു എന്ന് അങ്ങനെ, അതായത് മൊത്തം ഈ സംഭവങ്ങളിൽ ഏതെങ്കിലും വ്യക്തിക്കുള്ള വീഴ്ചയല്ല, ഒരു കമ്മിറ്റിക്കുള്ള വീഴ്ച എന്ന മട്ടിൽ അതിനെ ഒതുക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ അതുമായി എങ്ങനെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലേക്ക് വന്നിരിക്കും ആ റിപ്പോർട്ടുമായി, അതവിടെ എങ്ങനെ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അവിടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്നുള്ള വിവരങ്ങൾ ഏതാണ്ടൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ, എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ചകൾ നടന്നത് എന്ന്. പിന്നെ പതിവ് രീതിയിൽ നിന്ന് വിഭിന്നമായി CPIMൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ അല്ലെങ്കിൽ ആരൊക്കെ ആയിരിക്കണം സ്ഥാനാർത്ഥികൾ എന്നത് നിർണ്ണയിച്ച് അവതരിപ്പിച്ചത് സെക്രട്ടറിമാരാണ്, ജില്ലാ സെക്രട്ടറിമാർ തീരുമാനിച്ചറിയിക്കുന്നതിനനുസരിച്ചുള്ള ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം ഇത്തവണ ഉണ്ടായി എന്നുള്ള ഒരു പ്രശ്നം ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അതായത് സാധാരണ സംഘടനാ രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിച്ചത്, എവിടെ നിന്നുള്ള നിർദ്ദേശമാണ് ഇതൊക്കെ, എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്, ഇതൊക്കെ പ്രശ്നങ്ങളാണ്. ഓരോ തീരുമാനങ്ങൾ വരുമ്പോഴും ഇപ്പോൾ പ്രായപരിധിയുടെ നിർണ്ണയം അത് സംബന്ധിച്ച് എന്തെങ്കിലും ഇതിനകത്ത് ചർച്ചയായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. കാരണം അതൊക്കെ ഈ ഞാൻ പറഞ്ഞില്ലേ, അതായത് കട്ടിലിനൊപ്പിച്ച് കാല് മുറിക്കുന്ന മട്ടിൽ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു ഉത്തരവാദി ഉണ്ടാവണമല്ലോ. അങ്ങനെ ഒരു ഉത്തരവാദിയെ ഇതിൽ കണ്ടെത്തുന്നില്ല എങ്കിൽ ഈ സംഘടനയുടെ മൊത്തം പ്രശ്നമാണ് എന്ന് പറഞ്ഞതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്ത് പോകാൻ കഴിയുക? ഒന്ന്, ഈ സംഘടന എന്ന് പറയുന്നത് അതിൻ്റെ പാർട്ടി അംഗങ്ങൾ മാത്രം ഉൾപ്പെടുന്ന സാധനം മാത്രമല്ല എന്നുള്ളതാണല്ലോ ഇപ്പോൾ കൂടുതൽ വ്യക്തമാകുന്നത്. അതിനപ്പുറത്ത് ഇതിൻ്റെ അനുഭാവികളും ഇതിന് വോട്ട് ചെയ്യുന്നവരും എല്ലാം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണല്ലോ ഇത്, അല്ലാത്ത ഒരു സംവിധാനമല്ലല്ലോ ഇത്. അപ്പോൾ ആ മട്ടിലുള്ള വഴക്കം, ജനാധിപത്യത്തിന് ഉതകുന്ന വഴക്കം ഈ സംഘടനയ്ക്ക് കൂടി ഉണ്ടാവേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ ഇത്
ഈ പറയുന്ന ഡെമോക്രാറ്റിക് മറ്റേ സെൻട്രലിസത്തിൻ്റെ ഇതിൽ ലെനിനിസ്റ്റ് സ്വഭാവത്തിൽ തന്നെ അതിൻ്റെ സംഘടനാ ചിട്ടവട്ടങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും ഈ ആളുകളെ, സാധാരണ ആളുകളെ കാണാതെ പോയി കൂടാ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇതിനകത്ത് ഇപ്പോൾ എനിക്ക് ഇവരിപ്പോൾ ഇത് നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാനും അനുഭാവികളുടെ അഭിപ്രായങ്ങൾ ചോദിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ആരംഭിച്ചു. വളരെ നല്ല തീരുമാനമാണ്, ആളുകളെ കേൾക്കുന്നുണ്ട് എന്നുള്ള തോന്നലുണ്ടാക്കുക. അവിടേക്ക് പോയിരിക്കുന്നതെല്ലാം വളരെ എല്ലാവരും ആയിക്കൊള്ളണമെന്നില്ല, പലതരത്തിലുള്ള സന്ദേശങ്ങളൊക്കെ ഉപയോഗിക്കും. പക്ഷേ അതിൽ വളരെ വസ്തുതാപരമായി സൂക്ഷ്മമായി രാഷ്ട്രീയം നിരീക്ഷിച്ച് എഴുതുന്ന ഒത്തിരി പേരുണ്ട്. ഇത് എത്രത്തോളം എളുപ്പമാണ് ഇതൊക്കെ ക്രോഡീകരിച്ചൊരു റിപ്പോർട്ട് ഇവർക്ക് തയ്യാറാക്കാനാവുക എന്നുള്ള കാര്യത്തിൽ തന്നെ എനിക്ക് സംശയമുണ്ട്. അതിനപ്പുറത്ത് ഈ പറയുന്ന പോയിന്റുകളെല്ലാം, ഈ ഓരോ കാര്യങ്ങളും, വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യം വരുമ്പോൾ ഇടതനുഭാവികൾ തന്നെ വളരെ കൃത്യമായി ഈ വിഷയത്തിൽ പാർട്ടി പോകുന്ന ലൈനിലൊരു പ്രശ്നമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയവരാണ് വലിയൊരു വിഭാഗം ആളുകൾ. അത് മറ്റു പുറത്തു നിന്നുള്ള വിമർശനങ്ങൾ എടുക്കണ്ട, ഇതിനകത്തു നിന്നുള്ള വിമർശനങ്ങൾ തന്നെ എടുത്താൽ മതിയായിരുന്നു. ആദ്യഘട്ടത്തിൽ CPIM-ൻ്റെ നേതൃനിരയിൽ നിന്ന് തന്നെ ഇതിനെക്കുറിച്ചുള്ള എതിരഭിപ്രായങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ്റെ പരാമർശങ്ങൾക്കെതിരെയൊക്കെ ഉയർന്നെങ്കിലും അതിന് വേണ്ട വിസിബിലിറ്റി കിട്ടിയില്ല. കാരണം അവിടെ മുഖ്യമന്ത്രിയോ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയോ ഒക്കെ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചില്ല എന്നുള്ള പ്രതീതിയാണ് പിന്നീടുണ്ടായത്. അത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നമായി വന്നത്. നേതാക്കന്മാരുടെയും കാര്യത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. സെക്രട്ടേറിയറ്റ് മെമ്പർമാരായിട്ടുള്ള, അതായത് സംസ്ഥാനത്തെ ഏറ്റവും നേതൃതലത്തിലുള്ള നേതാക്കന്മാരൊക്കെ ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ വഴുക്കം മട്ടിലുള്ള സമീപനമാണ് ഇവരെല്ലാവരും സ്വീകരിച്ചത്. അതിൻ്റെയൊക്കെ കുഴപ്പം ആ നിലയ്ക്കുണ്ടായി. അത് അങ്ങനെ തന്നെ പറഞ്ഞ് വിലയിരുത്തണമല്ലോ. ഒരു സെക്രട്ടേറിയറ്റ് എന്നുള്ള നിലയിൽ എങ്ങനെയാണ് കൂട്ടായി ഈ തീരുമാനങ്ങളിൽ ഏറ്റവും നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന ഒരു സംവിധാനം എന്നുള്ള നിലയ്ക്ക് അവർക്ക് വല്ല പോരായ്മയുണ്ടായോ, അവർക്ക് പരാജയം ഉണ്ടായോ, ഇതൊക്കെ വിലയിരുത്തി തന്നെ പോകണം. അത് ചൂണ്ടിക്കാട്ടി എണ്ണിപ്പോയില്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പോഴുള്ള ഈ വിമർശനങ്ങളെല്ലാം ഉണ്ടാകും. സത്യത്തിൽ ഈ വിമർശനങ്ങൾക്ക് പഴുതില്ലാതെ, ഇപ്പോഴത്തെ ഈ വിമർശനങ്ങൾക്ക് പഴുതില്ലാതെ വേണമെങ്കിൽ ഇത് കൈകാര്യം ചെയ്യാമായിരുന്നു. അത് ആ മട്ടിൽ കൈകാര്യം ചെയ്തില്ല എന്നുള്ളതാണ്. എങ്കിലും ഈ എക്സർസൈസിനെ വളരെ പോസിറ്റീവായി തന്നെ കാണണം. ഇത്രയധികം സന്ദേശങ്ങളൊക്കെ എത്തുന്നു. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഇന്നിപ്പോൾ TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുന്നതായിരിക്കും ഈ വിമർശനങ്ങൾ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ വളരെ സീരിയസ് ആയി CPIM ഇതെന്താണ് സംഭവിച്ചത് എന്ന് പഠിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. താഴെത്തട്ടിൽ എല്ലാ കെട്ടുപാടുകളും വിട്ടുള്ള തുറന്ന ചർച്ചയ്ക്ക് അനുവാദം കൊടുക്കുന്നു. അനുവാദം കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. അവിടെ തന്നെ അതുവരെ ഉണ്ടായിരുന്ന സംഘടനയുടെ സ്വഭാവം എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാക്കി തരുന്ന തരത്തിലാണ് പാർട്ടി സെക്രട്ടറിയുടെ തന്നെ പരാമർശങ്ങൾ വന്നതെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തായാലും താഴെത്തട്ടിൽ നിന്ന് ഭയമില്ലാത്ത ചർച്ചകൾ ഇങ്ങനെ ഉയർന്നു വന്നു മുകളിലേക്ക്. ഇങ്ങനെയൊക്കെയുള്ളൊരു എക്സസൈസ് നടക്കുമ്പോൾ ഒരു ജില്ലാ സെക്രട്ടറി മാത്രം വന്നു നിന്നിട്ട് ഒരു സംശയമില്ലാത്ത മട്ടിൽ ന്യൂനപക്ഷങ്ങളുടെ വിളയാട്ടം നടന്ന, അങ്ങനെയാണെന്ന് തോന്നുന്നു ആ പ്രയോഗം, ന്യൂനപക്ഷ വർഗീയതയുടെ എന്തോ ഒരു വിളയാട്ടം കണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞിട്ട് ഇതിനൊരു തീർപ്പങ്ങ് കൽപ്പിക്കുകയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. ഇതിലൊരു തീർപ്പ് കൽപ്പിച്ചങ്ങ് പ്രഖ്യാപിക്കുകയാണ്. കേരളത്തിൽ വേറെ ഏതെങ്കിലും ഒരു ജില്ലാ സെക്രട്ടറിയോ പാർട്ടി നേതാവോ അങ്ങനെ ഒരു തീർപ്പ് പറഞ്ഞിട്ടില്ല. എന്തിനേറെ ഈ പാർട്ടി റിപ്പോർട്ടിൽ അങ്ങനെ ഒരു വിഷയമില്ല. മാത്രമല്ല എല്ലാ സാമുദായിക വിഭാഗങ്ങളിൽ നിന്നും വോട്ട് ചോർന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് വോട്ട് ചോർന്നത്? അത് SIR-നെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ കൊണ്ടാണ് വോട്ട് ചോർന്നത് എന്ന വിലയിരുത്തലിലേക്കാണ് പാർട്ടി നേതൃത്വം എത്തിയിരിക്കുന്നത്. അപ്പോൾ KK രാഗേഷ് പറഞ്ഞതോ ഇങ്ങനെ ആ നിലയ്ക്ക് വസ്തുതാവിരുദ്ധമായ യുക്തിരഹിതമായ ഒരു പരാമർശം അദ്ദേഹത്തിന് എങ്ങനെയാണ് നടത്താൻ കഴിഞ്ഞത്? ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ വോട്ടുകൾ രണ്ടാമത് കിട്ടിയിട്ടുള്ളത് CPM-നാണ് എന്നുള്ള വസ്തുത നിലനിൽക്കെ, ഏറ്റവും കൂടുതൽ, അതായത് ഇപ്പോൾ മുസ്ലിം വോട്ടുകളിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ രണ്ടാമത് കിട്ടിയത് CPM-നാണ് എന്ന വസ്തുത നിലനിൽക്കെ, CPM-ൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് അതായിരിക്കെ എങ്ങനെയാണ് അങ്ങനെ ഒരു പരാമർശം നിരുത്തരവാദപരമായി KK രാഗേഷിനെ പോലെ ഒരു ജില്ലാ സെക്രട്ടറിക്ക് നടത്താൻ കഴിയുക എന്നുള്ള പ്രശ്നം ആളുകൾക്ക്, ഇത് CPM-കാർക്ക് മനസ്സിലാവും ഇത് ശരിയല്ലല്ലോ ഈ പറഞ്ഞതെന്ന്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇന്ന് നോക്കുകയായിരുന്നു, വളരെ സൗമ്യരായ ചില നേതാക്കന്മാരൊക്കെ ഈ കാര്യങ്ങളിൽ ഒരു പാർട്ടി ഉത്തരവാദിത്വം എന്ന നിലയ്ക്ക്, അവരുടെ നേതാവ് എന്ന നിലയ്ക്ക് KK രാഗേഷിനെ ഒരു ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് സംരക്ഷിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോൾ VK സനോജിനെ പോലെയുള്ള ആളുകൾ, കാരായി രാജനെ പോലെയുള്ള ആളുകളൊക്കെ 2 MLA-മാരാണ്, കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്, വളരെ സൗമ്യരാണ്. ഇവർ ഈ വിഷയത്തിൽ KK രാഗേഷിന് പിന്തുണയുമായി ആദ്യം പരസ്യമായി രംഗത്തെത്തിയിട്ടുള്ള 2 നേതാക്കന്മാരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തു. അവരുടെ 2 പേരുടെയും പോസ്റ്റ് താഴെ ശരാശരി ഒരു 300-400 കമൻറ്റുകളെങ്കിലും വന്നിട്ടുണ്ടാവും. ഒരാൾ പോലും ഇവരുടെ 2 പേർ, കാരണം ഇവരോട് അങ്ങനെ എതിർത്ത് പറയേണ്ട സാഹചര്യം സാധാരണ ഉണ്ടാവാറില്ലാത്ത ആളുകളാണ് ഈ താഴെ കമൻറ്റ് ചെയ്തിരിക്കുന്ന മുഴുവൻ പേരും. പക്ഷേ അവരുടെ ഒരാൾ പോലും ആ കാര്യത്തിലൊരു പിന്തുണ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഈ പാർട്ടിയെ അടുത്ത് നിന്ന് കാണുന്ന, പാർട്ടിയോട് ചേർന്ന് നിന്ന് കാര്യങ്ങളെ വിലയിരുത്തുന്ന പാർട്ടി അനുഭാവികളായിട്ടുള്ള വലിയൊരു വിഭാഗത്തിൻ്റെ ചിന്ത. അത്
അവർക്ക് ഇടത് രാഷ്ട്രീയം എന്താണെന്ന് അറിയാവുന്നവരൊക്കെ തന്നെയാണ്. ഇടതുപക്ഷം എന്താണെന്ന് അറിയാവുന്നവരാണ്. CPIM എന്താണെന്ന് അറിയാവുന്നവരാണ്. അതിൻ്റെ ചിലപ്പോൾ അതിൻ്റെ ഈ പറഞ്ഞ എന്താണ് അതിൻ്റെ ഏതെങ്കിലും കമ്മിറ്റിയിലുള്ളവരായിരിക്കില്ല, പാർട്ടി മെമ്പർമാർ പോലും ആയിരിക്കില്ല. പക്ഷേ അവർക്ക് പറയാനുള്ള വിഷയം ഇതാണ് പ്രശ്നം എന്നുള്ളത്. ഇങ്ങനെയല്ല കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അതിനോട് ഉദാരമായ സമീപനം നേരത്തെ തന്നെ കാണിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ അത് കാണിക്കുന്നുണ്ട് എന്നുള്ള പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിലേക്ക് നയിച്ച ഓരോ കാര്യങ്ങളും തുറന്നു സമ്മതിക്കാൻ CPIM തയ്യാറായി എന്നത് ശുഭകരമായ കാര്യമാണ്. വിമർശനങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിക്കാൻ CPIM ആരംഭിച്ച വാട്സപ്പ് നമ്പറിലും ഇമെയിലിലും സന്ദേശപ്രവാഹമാണ് ഉണ്ടാകുന്നത്. പാർട്ടി നേതൃത്വത്തിന് സംഭവിച്ച തെറ്റുകൾ ഇതുവഴി തിരുത്താനാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അപ്പോഴും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ച റിപ്പോർട്ട് കുറേയധികം മയപ്പെടുത്തിയ റിപ്പോർട്ടായിരുന്നെന്നും സംസ്ഥാന കമ്മിറ്റിയാണിത് തിരുത്തിയതെന്നും അടക്കമുള്ള വാർത്തകളും വരുന്ന വിമർശനങ്ങളെ മയപ്പെടുത്തിയും കണ്ടില്ലെന്ന് നടിച്ചും മുന്നോട്ട് പോകാനാവില്ല എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് സംസ്ഥാന കമ്മിറ്റി. പറയേണ്ടത് പറഞ്ഞും ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊണ്ടും തിരുത്തേണ്ടത് തിരുത്തിയും തിരിച്ചു വരാൻ CPIM സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു.